ഹലോ ഹായ് വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ ഒരു മൂവി കണ്ടു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ. സോ ഇന്ന് ഉച്ചയ്ക്കാണ് മൂവി കണ്ടത്. സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മൂവിയെക്കുറിച്ച് സംസാരിക്കാൻ, ഇത് എന്നാതാൻ കേസോട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പുള്ളിയുടെ എന്നാതാൻ കേസോട് അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഒരു 3 ക്യാരക്ടേഴ്സ്, സുരേഷൻ, സുമലത, പിന്നെ ചാക്കോച്ചൻ അവതരിപ്പിച്ച കുഴിമൽ രാജീവൻ, 3 ക്യാരക്ടേഴ്സാണ് ഈ പടത്തിൽ വന്നിട്ടുള്ള സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി കുറേ ന്യൂ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പുള്ളിയുടെ ഒരു യൂണിവേഴ്സ് അല്ല, ഇത് ജസ്റ്റ് സുരേഷിനും സുമലത എന്ന 2 ക്യാരക്ടേഴ്സിനെടുത്ത് അവർ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെ തുടങ്ങി എന്നുള്ള ഒരു ഇത് പല പല കാലഘട്ടങ്ങളായി കാണിക്കുന്നതാണ് ഈ ഒരു മൂവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ടൈറ്റിൽ പലർക്കും അറിയാം. ഇതിപ്പോൾ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പം തന്നെ പറയാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ എത്ര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സിനിമ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുഴുവനായിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആ ഒരു ലെവലിലാണ് പടം പോകുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയത്തില്ല, കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പടം നമ്മളെ വല്ലാണ്ട് അങ്ങ് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് എന്തിനാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പോകും. ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പം നമുക്കൊരു വോയിസ് ഓവർ വരും. അവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പടം ഇനിയൊന്ന് ഹൈ ആവും എന്ന് വിചാരിക്കും. എന്നാലും പടം പിന്നെയും നമ്മൾ പിന്നോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളിയുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പുള്ളിയുടെ ഒരു യൂണിവേഴ്സിൽ തന്നെ കുറേ ആർട്ടിസ്റ്റ്, കുറേ ക്യാരക്ടേഴ്സും കാണുമല്ലോ. ഈ മലബാർ, കണ്ണൂർ അവിടേക്കുള്ള ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് കാണും. അവരെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി അതൊക്കെ നൈസായിരുന്നു. കുറേ അറിഞ്ഞുകൂടാത്ത നല്ല ആർട്ടിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ രാജേഷ് മാധവൻ പുള്ളി സുരേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സുമലത പുള്ളിക്കാരിയും നൈസ്. എല്ലാം ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാം അവർ ഫൈനസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ഷൻ ആയാലും പ്രത്യേകിച്ച് കോസ്റ്റ്യൂംസ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് മാക്സിമം കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അവരെ ഓരോ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കാണാൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ കോർ പ്ലോട്ടിലോട്ട് വരുമ്പോൾ എന്താണെന്നറിയില്ല, കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അങ്ങ് പോകുന്നുണ്ട് പടം ത്രൂ ഔട്ട് അങ്ങ്. ഫസ്റ്റ് പടം തുടങ്ങുന്നത് തന്നെ അത് സസ്പെൻസ് കാര്യങ്ങളുമില്ല. ആദ്യമേ തന്നെ ചാക്കോച്ചനെ കാണിച്ചങ്ങ് ആണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ അവരുടെ ബോണ്ട് എങ്ങനെയാണ് പോകുന്നത് പല പല കാലഘട്ടങ്ങളായതും ഒരു നോൺ ലീനിയർ ആയിട്ടായാലും അങ്ങനെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഒരു ഡ്രാമ ബേസ്ഡാണ് ത്രൂ ഔട്ട് അവരുടെ ഒരു ബോണ്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്തോ പടം എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രമാണെന്നുള്ള ഉത്തമബോധ്യം എനിക്കുണ്ട്. അത് എൻ്റെ മാത്രം ശരിയാണെന്ന് എനിക്കത് നന്നായിട്ട് അറിയാം. സോ ഈ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. കാര്യം എനിക്ക് ഈ പടം അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല. കാര്യം ത്രൂ ഔട്ട് ഒട്ടും ഞാൻ ട്രെയിലറും ടീസറും കണ്ട് അത്ര പ്രതീക്ഷ ഞാൻ അങ്ങ് പോയ ഒരു മൂവിയാണിത്. കാര്യം എന്നാതാൻ കേസോട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇതിൻ്റെയൊക്കെ ഡയറക്ടറിൻ്റെ മൂവി ആകുമ്പം പ്രത്യേകിച്ച് ഞാൻ അധികം പ്രതീക്ഷിച്ച് പോയൊരു മൂവിയാണ്. പക്ഷേ എന്നിലെ ഒരു ഓഡിയൻസിന് നിരാശപ്പെട്ടാണ് തിരിച്ചു വരേണ്ടി വന്നത്. സോ നിങ്ങളുടെ ഇതിൽ പോയി കാണാം. എൻ്റെ അഭിപ്രായം വെച്ച് കാണണമെന്നൊരു നിർബന്ധവും ഞാൻ ആരോടും പറയുന്നില്ല. ജസ്റ്റ് കണ്ടിറങ്ങി വന്നു എന്നല്ലാതെ എനിക്ക് ആ പടത്തിൽ നിന്ന് ഒരു ഔട്ടും പേഴ്സണലി ലഭിച്ചില്ല. സോ ഇതാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ.